നമസ്കാരം. പൊതുജീവിതത്തിൽ എല്ലാ മേഖലകളിലും അഴിമതി സാധാരണമാകുന്നതിൻ്റെ കളങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ ചുറ്റുപാടും എല്ലാ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വാർത്ത നമ്മൾ കേൾക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നതാണ് വാസ്തവം. പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥരായ പ്രമുഖർ, നിയമപാലനം ഉറപ്പാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒരു ഓഫീസിലെ പ്യൂൺ പോലും സേവനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരുന്ന അധികാര സ്ഥാപനങ്ങളെല്ലാം കൈക്കൂലിയുടെയും അഴിമതിയുടെയും നാറുന്ന ഗന്ധമുള്ള മാലിന്യക്കുഴികളായി പരിണമിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ ശാപമാണെന്നേ പറയാൻ നിർവാഹമുള്ളൂ. ഇതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസാനത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് LP സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജി, ഇടനിലക്കാരനായ കോൺട്രാക്ടർ റോഷൻ, സർഗം എന്നിവർ അറസ്റ്റിലായ സംഭവമാണ്. കൈക്കൂലി നൽകാൻ നിർബന്ധിതമാക്കിയ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജ് ഈ കേസിൽ 2ാം പ്രതിയായാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ രാഷ്ട്രീയക്കാരനും ഉദ്യോഗസ്ഥനും കരാറുകാരനും ഈ ചങ്ങലയിലെ കണ്ണികളായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ദിനം പ്രതി ഓരോ ദിവസവും വിവിധ ജില്ലകളിൽ നിന്നായി വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും അത്തരത്തിലുള്ള പല കേസുകളിലും പ്രതികൾ ശിക്ഷ അനുഭവിക്കുമ്പോഴും അഴിമതി എന്ന ചാത്തന് മാത്രം ഒരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. അഴിമതിരഹിത ഭരണ സംവിധാനമാണ് ഏതൊരു സർക്കാരിൻ്റെയും ഭരണ വാഗ്ദാനങ്ങളിലെ ഒന്നാമതായുള്ള നമ്പർ. അതിന് പ്രതിജ്ഞാപാത്രമായിരിക്കുക എന്നതാണ് ഓരോ സർക്കാരും നിരന്തരം പറയുന്നൊരു കാര്യം. അഴിമതിയുടെ തീവ്രത അല്പമാക്കുമെന്നുള്ളതും സർക്കാർ സത്യം ചെയ്യും. മിക്കവാറുമുള്ള സർക്കാർ വകുപ്പുകളുടെ വിജിലൻസ് വിഭാഗം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരായ പ്രതികളുടെ കേസുകളുടെ സംഖ്യ പലപ്പോഴും മാധ്യമങ്ങളിൽ ഒരു ഡാർക്ക് കോമഡിയായി പ്രത്യക്ഷപ്പെടാറാണുള്ളത്. കേസുകളുടെ ഈ ബഹുലതകൾക്കിടയിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന നല്ല വാർത്തകളും വരുന്നുണ്ടെന്നുള്ളതും നാം കാണാതിരിക്കരുത്. ബാങ്ക് വായ്പയ്ക്ക് ആവശ്യമായ റവന്യൂ രേഖകൾ കൊടുക്കുന്നതിന് കൈക്കൂലി വാങ്ങിച്ച കാട്ടാക്കട വീരണകാവ് വില്ലേജ് ഓഫീസിലെ മുൻ അസിസ്റ്റന്റ് P ബാബു കാണിക്ക വിജിലൻസ് കോടതിയെ 4 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച വാർത്തകളും നമ്മൾ കണ്ടതാണല്ലോ. 2016 കേസാണ് ഇപ്പോഴത്തെ ശിക്ഷാവിധിയായി തീർപ്പായത്. 3,000 രൂപയുടെ കൈക്കൂലി കേസിലാണ് 8 വർഷത്തെ കോടതി നടപടിക്രമങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ നോക്കണം. ഇത് നിയമങ്ങളുടെയും നീതിയുടെയും വഴി എത്ര ആയാസപ്പെടുന്നതും ഏറെ കാലം എടുക്കുമെന്നുള്ളതും വ്യക്തമാക്കുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ മൂല്യബോധം നഷ്ടപ്പെട്ടത് മാത്രമല്ല ഇത്രത്തോളം അഴിമതി വ്യാപനത്തിന് കാരണമായത്. ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാലത്തിൻ്റെ വൈകല്യമുള്ള സങ്കല്പങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. സ്വത്ത് സമ്പാദനവും ആഡംബരങ്ങളുമാണ് ഒരാളുടെ സാമൂഹിക പദവിയും സ്ഥാനവും തീരുമാനിക്കുന്നതെന്ന ദുശ്ചിന്ത മാറ്റാത്തിടത്തോളം കാലം പണത്തോടുള്ള ആർത്തിയും അതിനുവേണ്ടിയുള്ള തിന്മ നിറഞ്ഞ മാർഗങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. അതേസമയം ഉദ്യോഗസ്ഥ അഴിമതിക്ക് കൂച്ചുവിലങ്ങിടേണ്ട ചുമതല ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനും രാഷ്ട്രീയത്തിലെ അഴിമതി നിയന്ത്രിക്കേണ്ട ബാധ്യത രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വങ്ങളുടെയും കയ്യിലുമാണുള്ളത്. പരിശോധനകൾ അയവില്ലാത്തതാക്കുകയും പിടിക്കപ്പെടുന്നവരുടെ രാഷ്ട്രീയം മുഖം നോക്കാതെ തന്നെ കടുത്ത നടപടി കൈക്കൊള്ളുകയും അഴിമതിക്കാരെന്ന് തെളിയുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയുമാണ് ഇതിനുള്ള ഏക പ്രതിവിധി.